ഹായ്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വിശേഷത്തിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മള് ഇതാ ചൂലൊക്കെ കൊണ്ടാ നിക്കണ കേട്ടോ. ചെറിയൊരു പണിയുണ്ട്. അപ്പം ഇന്ന് ഇതേപോലെ ഇന്ന് ലൈവ് ഇട്ടത് നമ്മള്. അപ്പൊ നമ്മളിന്ന് ചെറിയൊരു വിശേഷമാണ് ചെയ്തത്. ഇന്ന് വിശേഷമൊക്കെ ആയിട്ട് വരാൻ പറ്റുമെന്ന് തന്നെ അറിയില്ലേന്നു. കാരണം ലൈവ് കഴിഞ്ഞപ്പോ തന്നെ കുറെ സമയമായി. പിന്നെ നമ്മളെ എല്ലാരെയും കണ്ടപ്പോ വളരെ സന്തോഷമുണ്ട്. അതെ, ഞങ്ങൾ ഇടയ്ക്ക് ഇരട്ട ആഴ്ചയിലൊക്കെ ഒരു ദിവസം നമുക്ക് ഇടണം കരുതുന്നുണ്ട്. അല്ലെങ്കിൽ മാസത്തിൽ 2 ഇട്ടേലും ചെയ്യണം. അതെ, നമ്മള് അതുകൊണ്ട് ഇപ്പൊ എത്ര ആളല്ലേ കുറെ ആൾക്കാരെ നമ്മള് പരിചയപ്പെടാനും ഒരിട്ട് നേരിട്ട് നമ്മട്ട് സംസാരിക്കാനൊക്കെ ആയല്ലോ. എല്ലാവർക്കും വളരെ സന്തോഷമായിട്ട് പറഞ്ഞു. കുറെ ആൾക്കാർ വാട്സപ്പിൽ വന്നു. നമ്മള് കണ്ടിട്ടില്ലല്ലോ, നമ്മളെ എല്ലാരും കാണുന്നുണ്ടല്ലോ. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം വാട്സപ്പിൽ കുറെ നമ്മളെ വീഡിയോ കോൾ ചെയ്തു, അല്ലാതെ കോണ്ടാക്ട് ചെയ്തു. അപ്പൊ നമ്മളിന്ന് വളരെ സന്തോഷത്തിലാണ് നേരിട്ട് ഇങ്ങനെ കണ്ടാക്കുമ്പോളെ. പിന്നെ നമുക്ക് കൊറേ എന്താ പറയാ മിസ്റ്റേക്ക് ഒക്കെ പറ്റിയിട്ടുണ്ട്. എല്ലാരും മെസ്സേജ് നമുക്ക് എടുക്കാനും വായിക്കാനും ഒന്നും പറ്റില്ല. അതെന്താ അത് അതിശയ ഒരു വയസ്സല്ലേ ചെയ്തിട്ടുള്ളൂ. ഇടയ്ക്കൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അതിലേക്കുള്ള അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷം കണ്ടുവരാം. അന്ന് കുറച്ച് വിശേഷങ്ങളൊക്കെ ഇവിടെ ഉണ്ടായി. അപ്പൊ എല്ലാം കണ്ടുവരാം. പപ്പൂസും ഞാനും കൂടി ചാണകത്തിന് പോവാട്ടോ. കുറച്ച് പോകണം കേട്ടോ. നമ്മളെ കഞ്ഞികളൊക്കെ എടുക്കാൻ വരുന്ന താത്താൻ്റെ വീട്ടിലേക്കാണ് പോകണം കേട്ടോ. വൈകുന്നേരം ആവാനായി. എന്നും ഞങ്ങൾ പറഞ്ഞ് നേരം വൈകുന്നേരമാവും പുറത്തിറങ്ങണമെങ്കിൽ. അപ്പൂസേ അപ്പൂസ് കോഴീനൊക്കെ വിട്ട് തീറ്റ കൊടുക്കുന്ന സമയമാണ് കേട്ടോ. വേഗം കോഴീനെ കൂട്ടിലാക്കിയാണ്ട് ഇപ്പോൾ പോകുന്നതാ. അപ്പോൾ ബായിക്കുട്ടീൻ്റെ വീടാട്ടോ അത്. ആരുമില്ല, ബായിക്കുട്ടിയൊന്നും എത്തിയിട്ടില്ല തോന്നണേ. വൈകുന്നേരത്ത് അവളെ അമ്മേൻ്റെ കട പൂട്ടിയിട്ട് പിന്നെ ഒരുമിച്ച് അങ്ങനെ വരിക ചെയ്യാട്ടോ. 6 മണിയാവും. അപ്പോൾ നമ്മളിങ്ങനെ പോവുകയാണ് കേട്ടോ. അത് കുറച്ച് ദൂരം പോയാൽ മതി. നമ്മളെ സ്കൂൾ റോഡാണ്, പാലക്കോട് സ്കൂൾ റോഡ്. അപ്പോൾ ആനി ഓടിക്കാ കുഞ്ഞിക്കിളിയുടെ പാമ്പ പുഴ. അമ്മ വേഗം ഇരുട്ടാകുമ്പോഴേക്കും വേഗം ചാണകം കൊണ്ടുപോരാൻ പറഞ്ഞതാ. ഇത് കൊണ്ടുപോന്നാലും പോരാട്ടോ, മുറ്റം തളിക്കാനൊക്കെ ഉണ്ട്. പിന്നെ ഇത് തളിക്കൽ കഴിയുമ്പോഴേക്കിന് മേൽ കഴുകി വളക്കൊക്കെയുള്ള നേരമായി. പിന്നെ സമയമല്ല. അപ്പം ഞാൻ ഇന്ന് ശരിക്കും വറകിനൊക്കെ പോരാന്നൊക്കെ വിചാരിച്ചിരുന്നു കേട്ടോ. ബാഗ് എടുത്തിട്ടില്ലേ. അപ്പോൾ നമ്മൾ വിറകിന് വരുന്ന സ്ഥലം കേട്ടോ അത്. അല്ല, റബ്ബറും തോട്ടം. അപ്പോൾ കുറേ ദിവസമായി വന്നിട്ട്. ഇതിനൊക്കെ വന്നാൽ എല്ലാ പണിയും നടക്കും കേട്ടോ. കണ്ട പച്ചയൊക്കെയുണ്ടോ? സ്കൂളിലേക്ക് പോകുമ്പോൾ ഇങ്ങനെ പറിച്ചിട്ട് ഇങ്ങനെ പൊട്ടിച്ച് പോവും. ഇവരൊന്നും നിശ്ചയുണ്ടാവില്ല, അപ്പൂസിനൊന്നും. ഇല്ലല്ലോ ഈര് പൊട്ടിക്കാന്ന് പറയും. ഇതൊക്കെ എപ്പോഴും രസമാട്ടോ. ഞാൻ എപ്പോഴും കണ്ടതൊക്കെ എടുത്ത് പൊട്ടിക്കും. ഞാൻ താത്താനെ വിളിച്ചിട്ട് ചോദിച്ചു പയ്യുണ്ടോ ചാണകം ഉണ്ടോ എന്നൊക്കെ വിളിച്ച് ചോദിച്ചിട്ട് ഈ പോരുന്നത് കേട്ടോ. ഇന്നാൾ ബക്കറ്റൊക്കെ ഏറ്റി പോന്നപ്പോൾ ചാണകമല്ല പശുവില്ല അവിടെ വീട്ടിൽ. ഇന്ന് പിന്നെ അതൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോന്നു. ബാക്കെടുത്ത് പോയി കണ്ട് കുത്തി മറിഞ്ഞ് വീഴാതൊക്കെ ഉണ്ട്. നമ്മളെ റോഡൊക്കെ പറ്റ മോശമാണ് കണ്ടോ. ടാറിങ്ങൊക്കെ കഴിഞ്ഞതാണ് കേട്ടോ. എന്നാലും വലിയ വണ്ടി ചാണകം ഇതുവരെ കൊണ്ടുപോയാൽ മതിയില്ലേ. വലിയ റോട്ടിൽ കൂടെ വണ്ടി പോയിട്ട് കല്ലൊക്കെ എടുത്ത് പൊന്തി കിടക്കുക. അപ്പോൾ നമ്മളെ വീട് ഇതാട്ടോ, ചാണകം എടുക്കാൻ പോണ വീട്. പോത്ത് എവിടെ ഇപ്പോൾ? ചാണകം ഉണ്ടോ നമുക്ക് കേട്ടോ.
കുറച്ചുണ്ട് കേട്ടോ. മാറി ഇന്നെന്തെങ്കിലും കാട്ടുമോ? എന്തപ്പോ മാറിക്കോ ചാണകം മടക്കാതൊക്കെ ഞാൻ അവിടെ ഉണ്ട്. ആ പാത്രം നിർക്കാം. ആ അടയ്ക്ക കരയണേ. അതിന്റെ അമ്മേന്റെ അടുത്തേക്ക് നമ്മള് വന്നിട്ടേ പുറത്തന്നെ ഉള്ളപ്പോ അതിൽ ഞാൻ ചോദിച്ച പാത്രത്തിലുണ്ട്. ഇതുള്ളൂ, കിട്ടിയും കൊണ്ട് പോവാം. കുറച്ച് കാണുള്ളൂ. മുരിങ്ങ പിടിച്ചു വെച്ചു. എന്താ ശരി വള്ളിണ്ടോ? വള്ളിന്ന് കാട്ടില്ല അച്ഛാ. അപ്പൊ പൊട്ടത്തരം കാട്ടല്ലേ ചാടിയില്ലേ? വാ ഞങ്ങൾ ചാണകം കൊണ്ടുപോകുന്നു കേട്ടോ. വണ്ടി അടയ്ക്കാപ്പഴം ചാണകം ഒരു കുണ്ടിലാണ് കേട്ടോ വീട്. അവ കയറ്റട് കയറി കിട്ടുമ്പോഴേ വർത്താനൊന്നും പറയാൻ കിട്ടില്ല, ശ്വാസം കിട്ടില്ല. അപ്പം നമ്മൾ ഇനി ചെന്നിട്ടാണ് പണി കേട്ടോ. ഇത് തളിക്കണം, അടുക്കള ഭാഗത്ത് നിലത്ത് തളിക്കണം. നമ്മൾ സാധാരണ ചൊവ്വ ദിവസം വെള്ളി ദിവസം ഇങ്ങനെ മുറ്റൊക്കെ തളിക്കും ഒക്കെ ചെയ്തിരുന്നു കേട്ടോ. നമ്മളിവിടെ വന്നതിന് ശേഷം അതൊക്കെ കുറവാണ്, ചെയ്യൽ കുറവാണ്. ഒന്നാമത് നമ്മൾ മുറ്റത്ത് ആ ചെറിയ മെറ്റലിട്ടതല്ലേ, അത് കാരണം ഇങ്ങനെ തളിക്കാനും പറ്റൂല. അപ്പോൾ ഇപ്പോൾ അടുക്കള ഭാഗത്ത് കുറേ മെറ്റൽ അടിച്ചോരി പോയി. അപ്പോൾ അവിടെ കുറച്ച് തളിക്കാന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ കൊണ്ടുവരുന്നത് കേട്ടോ. അമ്മ ഇന്നലെ മിഞ്ഞാന്നൊക്കെ തൊട്ട് പറയാൻ തുടങ്ങിയിട്ടുണ്ട് ചാണകം കിട്ടുമെന്ന്. അപ്പോൾ ഇന്ന് ഉച്ച ശേഷം അതെന്തായാലും കൊണ്ടുവരാമെന്ന് വിചാരിച്ച് അങ്ങനെ പോകുന്നതാണ് കേട്ടോ. ചാണകം മേലോട്ട് നോക്കിയിട്ടുണ്ട്. ഇവിടെ മണ്ണിക്ക് ചാടിയതാ. അടിപൊളി അടയ്ക്ക പഴം കിട്ടിട്ടാ. എന്താ പുതിയ കീസയിൽ എന്തൊക്കെ കിട്ടിയപ്പോൾ പത്തിരി നമ്മള് പത്തിരി ഉണ്ടാക്കി അങ്ങനെ ശരിയാവില്ല. അമ്മേരുണ്ട് ഇവിടെ തളിക്കണ അടുക്കളയല്ലേ അടുക്ക. അമ്മ ചാണകം കണ്ടപ്പോ വരുന്നൊക്കെ നമുക്ക് ചാണകാണ് കുറച്ചിട്ടിട്ടുള്ളൂ കേട്ടോ. ആ അടുക്കള തളിക്കാണ്ടല്ലേ. നമുക്ക് ഇതുകൊണ്ട് ഇന്നും കൂടി ഉണ്ടാക്കണ്ടേ? നമുക്ക് ഇതിന് പാരുള്ളത് തെളി ഉണ്ടാക്കണ്ടേ? വെള്ളത്തിലിട്ടാ എങ്ങനെ ഉണ്ടാക്കുക? അത് ഇതിന്റെ തെളി ഒഴിച്ചു കൊടുക്കാനല്ലേ പറഞ്ഞത്. വെള്ളത്തിലിട്ടാ നടക്കല്ലേ? ചാണകം കുറച്ചുള്ളൂ. ഓല് നമ്മള് പറയാത്തോണ്ടേ ഒക്കെ പാടത്ത് കൊണ്ടിട്ടതാണ്. നമ്മ മുന്നേ കൂട്ടി പറഞ്ഞവര് എടുത്ത് വെച്ചേന്നു. അത് കുറച്ചിട്ടി തളിക്കല്ലേ. നല്ല മധുരം ഉണ്ട്. ഞാൻ കഴുകി തിന്നു. അതല്ലതാമ്മ അക്കി കഴിക്കടാ. പത്തിരി ഉണ്ട് അപ്പൂസിന് രാത്രി. നോമ്പുണ്ടോ? ഓൽക്ക് നോമ്പുണ്ടോ? കളിച്ചോ
രസമുണ്ടമ്മ അടിപൊളി അങ്ങനത്തെ തിന്നാം നല്ല പഴുത്താല തിന്നാം അത് തിന്നോളിഞ്ഞ് അപ്പൂസ് എന്താ അടയ്ക്കാൻ അടിച്ചേരിണ്ട് അടയ്ക്കാൻ റെഡിയാക്കിണ്ട് കല്ല് നീക്കണം അല്ലെങ്കിൽ തെളിക്കാൻ കഴിയില്ല. കല്ലൊക്കെ നീക്കിണ്ട് കേട്ടോ. അമ്മ കുറച്ചേരം സമയം ഉണ്ടല്ലേ അമ്മായിമേല് കടിച്ചിട്ട് പറ്റുണ്ടോ? ഇപ്പൊ ഇതിനും വേണ്ടേ? അതിന് വരാൻ കുറച്ച് തേടി ഇട്ടേക്കണ്ടേ? ഒക്കെ പാടം ഉണ്ടാവുമോ? കുറച്ച് മതി. അല്ലെങ്കിൽ കാണാൻ തിളക്കാൻ തോന്നുന്നുണ്ടമ്മ? നമ്മൾ കൊറേ തളിച്ചാണല്ലേ? അല്ലെങ്കിൽ ആത്തക്കൂടെ പിന്നെ ഇതിനുണ്ട് പിന്നെ സാബറൂമിൽ ഇവിടെയൊക്കെ ചെയ്തത് പിന്നെ സൈഡ് കൂടെ ഒക്കെ ഇപ്പൊ നമുക്ക് ഇതില്ലാത്തോണ്ട് ഈ ഭാഗം വൃത്തിയാണെങ്കിൽ ഒരു രസം കിട്ടില്ല. നല്ല വൃത്തി ഉണ്ടാവില്ല. ആഴ്ചയിൽ ഒരു ദിവസം ചാണകം ദിവസം തിളക്കണല്ലേ? ഒരു ദിവസം കൊണ്ട് ചാണകം. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി അത്. അതാണ് ചാണകം കൊടുന്നപ്പോ തന്നെ അതിലിങ്ങനെ വന്നത്. ചാണകം പൊടിയും പൊടിയും കറക്കി കുറയണം. ചൊവ്വാഴ്ചയും മടിയച്ചും കാക്കി പറഞ്ഞാൽ വീട്ടിന് ഒരു വൃത്തിയാണ് ചാണകം. പിന്നെ മണ്ണുണ്ടാകുമ്പോ മണ്ണത് അമരും ചെയ്യും ചാണകം. മണ്ണ് അമരല്ലേ? മണ്ണ് അമരും ചാടിയിട്ടാവൂല. ഇവിടെ മാത്രം മതി ഈ ടാർപ്പായിട്ട പോലെ നമ്മൾ നടക്കുന്ന സ്ഥലം. പച്ചക്കറിയിൽ കുറച്ച് കലക്കി കുറയാ. കഴിഞ്ഞില്ലേ? കഴിഞ്ഞ ഇത്ര മതി. ഇനി ചാണകല്ലേ, കുറച്ച് ചാണകല്ലേ ഉള്ളൂ. ഇനി ഇതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കട്ടോ. എന്നിട്ട് ഇതിൽ കുറച്ചും കൂടി വെള്ളം ഇങ്ങനെ ഒഴിച്ച് വെക്കാം. എന്നിട്ട് ഇത് രാവിലേക്ക് ഇതിൻ്റെ മേലേക്ക് ഇങ്ങനെ ഊറി നിൽക്കണ ആ തെളി ഉണ്ടല്ലോ, അത് നമ്മളെ പ്ലാവിന് ഒഴിച്ചു കൊടുക്കുക. ചെറിയ പ്ലാവ്. പിന്നെ ബാക്കി കുറച്ച് നമ്മൾ വഴുതനങ്ങയ്ക്കും വെണ്ടയ്ക്കും ഇവിടെ 2 പരിപാടി ചെയ്യണ്ട, നമുക്ക് നാളെ ചെയ്യണം. ഇന്നും ഒഴിവിട്ടില്ല. സമയല്ലേ? അപ്പം അതിന് ഒഴിച്ചു കൊടുക്കണം, പ്ലാവിന് ഒഴിച്ചു കൊടുക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ഇത് ഇവിടെ മാറ്റി വെക്കുകയാണ് കേട്ടോ. ഇവിടെ നിൽക്കട്ടെ. മൂടേക്കണ്ടേ? കൊടുക്കട്ടെ. ഇത് നമുക്ക് ഇങ്ങനെ കലക്കി കുടയാൻ വേണ്ടിയിട്ട് വെക്കണതാട്ടോ. എടുത്ത് വെക്കുകയാണ്. ഭയങ്കര ക്ഷാമാണ് ഇതിനൊക്കെ. ആഴ്ചക്ക് 2 ദിവസം ഇങ്ങനെ വീടിൻ്റെ ചുറ്റുപാടൊക്കെ വൃത്തിയാക്കാൻ വേണ്ടിയിട്ടുള്ളതാട്ടത്. അപ്പം അത് ഇവിടെ സൂക്ഷിച്ചേക്ക് നമുക്ക്. അമ്മക്കൊരു സമാധാനമല്ല ഇങ്ങനെ ഇറങ്ങാണ്ട് നിൽക്കില്ലമ്മ. അടുത്ത മാസം കഴിഞ്ഞ് ഇറങ്ങാം ഞങ്ങള്. ഉണ്ടല്ലോ ഞാൻ അവിടെ റെസ്റ്റ് എടുത്തോളി. നിങ്ങൾ ഇനി ഒന്നും ചെയ്യണ്ട. ഇനി കഴിഞ്ഞു കേട്ടോ, സമയം കഴിഞ്ഞു. 6 മണിയായി. നമ്മളിന്ന് ലൈവ് ചെയ്തോണ്ട് നമ്മൾ ചെറിയൊരു വിശേഷം ചെയ്യാന്ന് കരുതിയതാണ്. അപ്പൊ അതിന് മേലെഴുകലും വിളക്കലും ഒക്കെ തിരക്കാണ്. കഴിയുമ്പോൾ കുറേ സമയം. ഇനി നമ്മളെ എല്ലാ വിളക്കലും പരിപാടിയൊക്കെ കഴിയുമ്പോഴേക്കും കറക്റ്റ് 6 മണിയാവും. അപ്പോഴേക്കും നമ്മളെ വിശേഷം
വരാൻ നേരം വഴുകും. പിന്നെ എന്തായാലും 7 മണി കഴിയുണ്ടാവും. അതിന്റെ ഇന്ന് ലൈവ് ഇട്ടൊന്ന് കരുതലടാ, ചെറിയൊരു കണ്ടന്റ് എന്തെങ്കിലും പ്രത്യേകിച്ച് ഒന്നും ഇടേണ്ട എഴുതിട്ട് നമ്മൾ ഇന്ന് ചെയ്തതാണ്. പിന്നെ കുക്കിംഗ് ഒന്നും എന്ന് നമുക്ക് നടക്കൂല. അപ്പൊ അതുകൊണ്ടാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ നമ്മളെ ചെറിയൊരു വിശേഷം നിർത്തുകയാണ്. നമുക്ക് നാളെ ഇനി പുതിയൊരു വിശേഷമായിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.